തലസ്ഥാനത്ത് ക്ഷേത്രത്തിനു നേരെ പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അജ്ഞാത സംഘം. ബാലരാമപുരം മംഗലത്തുകോണം കാട്ടുനട ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് നേരെയാണ് ഓട്ടോറിക്ഷയിലെത്തിയ 3 അംഗ സംഘം പടക്കമെറിഞ്ഞത്. ഈ സംഭവത്തിൽ ഭക്തരുടെ ആശങ്ക ഏറുകയാണ്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം ബാലരാമപുരത്തെ മംഗലത്തുകോണം കാട്ടുനട ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്ര അങ്കണത്തിലേക്കാണ് 3 അംഗ സംഘം പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഓട്ടോറിക്ഷയിൽ എത്തിയതായിരുന്നു ഈ ഒരു 3 അംഗ സംഘം. തുടർന്ന് ക്ഷേത്രാങ്കണത്തിന് നേരെ പടക്കമെറിയുകയായിരുന്നു. ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ ഈ ഒരു പരിസരവാസികളടക്കം ഇത് ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. തുടർന്ന് പരിസരവാസികൾ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓട്ടോ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരാണ് ഈ ഒരു 3 അംഗ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വിശ്വാസികളടക്കം ഈ ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഘട്ടത്തിൽ ആശങ്കയിലാണ്. മാത്രമല്ല, ഹൈന്ദവ സംഘടനകൾക്കും ഈ ഒരു വിഷയത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം വേണമെന്നും പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ഹൈന്ദവ സംഘടനകളും ഒപ്പം തന്നെ വിശ്വാസികളും മുമ്പോട്ട് വയ്ക്കുന്നത്. കൃഷ്ണരാജ്.